അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു അന്തിമ രൂപം കണക്കുകൾ ശേഖരിക്കുക എന്നുള്ളത് കൂടി. അല്ല, കണക്കുകൾ ശേഖരിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ പാക്കേജാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് കണ്ടെത്താനാവുന്നവരെ പൂർണ്ണമായിട്ട് കണ്ടെത്തുക. അതിനാണ് ആദ്യ സാധ്യത കാണുന്നത്. ആദ്യ ദിവസം നമ്മൾ ഇതിനകത്ത് അകപ്പെട്ട ആളുകളെ എടുക്കലായിരുന്നു. അത് ജീവനോടെ കിട്ടാവുന്ന. ഇന്നലെ ജീവനോടെ കിട്ടലും മൃതശരീരങ്ങളിൽ മനുഷ്യസാധ്യമായ വിധത്തിലുള്ള സൗകര്യങ്ങളുമായിരുന്നു. ഇന്ന് യന്ത്രവൽകൃത സഹായത്തോടു കൂടി നമുക്ക് എടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ. അപ്പോൾ അതിനൊപ്പം നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേർ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ റേഷൻ കാർഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള സംവിധാനം ഇതെല്ലാം പാരലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് വാഹനങ്ങൾ കടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ചെറിയ ആശ്വാസം ഇപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ ഹിറ്റാച്ചി കടന്നു. ഇനിയിപ്പോൾ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അകത്തേക്ക് കടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സാധനമുണ്ട്. മഴ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന പ്രയാസമുണ്ടെങ്കിലും ഇത്തരം സംവിധാനങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു സൗകര്യമാണുള്ളത്. ബെയിലി പാലം ഇപ്പോൾ സ്ട്രക്ചർ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഫ്രെയിം ഇട്ട് തുടങ്ങും, പ്ലാറ്റ്ഫോം ഇട്ട് തുടങ്ങും. പ്ലാറ്റ്ഫോം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 12 മണിയോട് കൂടി ഇത് പ്രവർത്തനക്ഷമമാക്കാം. മുഖ്യമന്ത്രി നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൂടി വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ്. യോഗത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ള ചുമതലയിൽ പൊതുസമൂഹത്തിന് പറയാനുള്ളത് കേൾക്കാനും ഫിസിക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ്, ഇതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട. മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് ഈ വേലി പാലത്തിൻ്റെ നിർമ്മാണം 11 മണിയോടുകൂടി പൂർത്തിയാകും. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ആശ്വാസകരമാവും എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം കൂടുതൽ യന്ത്രസാമഗ്രികൾ ദുരന്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പ്രാവർത്തികമാവുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ യന്ത്രസാമഗ്രികൾ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം വലിയ കുത്തൊഴുക്കുണ്ട് പുഴയിൽ. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ JCBകൾ മുണ്ടക്കൈ ദുരന്തബാധിതമായ മുണ്ടക്കൈയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്ന് പാലം തകർന്ന ഇടത്തുനിന്ന് കുത്തൊഴുക്കിലൂടെ ഈ JCBകൾ മറുവശത്തേക്ക് കടക്കുന്നതാണ്. ഇന്നലെയൊന്നും അത് സാധ്യമായിരുന്നില്ല പലപ്പോഴും. ഇന്ന് അല്പം വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ JCBകൾ മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾക്കായി ഈ മേഖലയിൽ നിന്ന് മേപ്പാടി മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്നത്. ആ പുഴ മുറിച്ചു കടന്നാണ് JCBകൾ കടക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നു പോകുന്ന അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പുഴ ഏത് നിമിഷവും വെള്ളം കൂടുകയും അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനെ മറികടന്നുകൊണ്ട് ഒരു ഹിറ്റാച്ചി ഇതാ കടന്നു പോകുന്നു. തൊട്ടുപുറകെ മറ്റൊരു ഹിറ്റാച്ചി കൂടി വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ മറുഭാഗത്തേക്ക് എത്തിക്കുന്നു എന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗം കൂട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു വേഗം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. ഇന്നിപ്പോൾ ഈ പുലർച്ചെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 5ഓളം JCBകൾ മറുഭാഗത്തേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ കൂടുതൽ JCBകൾ എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതുപോലെ കൂടുതൽ JCBകൾ വരുന്നത് തെരച്ചിലിൻ്റെ വേഗം കൂട്ടുകയാണ്. അതീവ സാഹസികമായൊരു പ്രവൃത്തി തന്നെയാണ്. ഈ പുഴ മറികടന്നുകൊണ്ട് ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കടന്നു വേണം ഈ JCBകൾക്കൊക്കെ മേലെ മുണ്ടക്കൈ ഭാഗത്തെ മറുഭാഗത്തേക്ക് എത്താനായിട്ട്, തെരച്ചിലിൽ പങ്കുചേരാനായിട്ട്. നമ്മൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ വേഗത്തിൽ തന്നെ JCB പുഴ മറികടന്നുകൊണ്ട് കടന്നു പോവുകയാണ്. ആ കല്ലുകൂട്ടങ്ങളുടെയൊക്കെ ഇടയിലൂടെ താൽക്കാലിക പാലത്തിൻ്റെ തൊട്ടപ്പുറത്തു കൂടി കടന്നു പോകുന്നതിന് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ചൂരൽമല പുഴയിൽ നിന്ന് മേലെ മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽമല പുഴയുടെ നടുഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മണ്ണും കല്ലുമൊക്കെ മൂടി അടഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതാ ആ JCB മറുവശത്തേക്ക് കടന്നിരിക്കുന്നു.
മറുവശത്ത് കൂടുതൽ തെരച്ചിലുകൾക്കായി എത്തിയിരിക്കുന്നു എന്നതാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ജെസിബികൾ കൂടുതൽ ഉൾഭാഗത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ 2 ഹിറ്റാച്ചികൾ കൂടി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ആ മരം നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു, അവിടെ ഒരു കവലയായിരുന്നു, അവിടെ വീടുകൾ, ലയങ്ങൾ, ചായക്കടകൾ, ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യർ വട്ടം കൂടിയിരുന്ന അവരുടെ സമയങ്ങൾ ചെലവഴിച്ചിരുന്ന ഒരു ഇടം കൂടിയായിരുന്നു, ഒരു മൈതാനമടക്കമുണ്ടായിരുന്നു. ആ ഭാഗമാണിപ്പോൾ ഈ ചെളിയും മണ്ണും കല്ലും എല്ലാം വന്നടിഞ്ഞ് ഒരു ദുരന്ത ഭൂമിയുടെ ബാക്കിയായി ഏറ്റവും സങ്കടമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതുപോലെ എത്ര ഇടങ്ങൾ മനുഷ്യരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഉള്ളുപൊട്ടി ഒഴുകിയെത്തിയ ഈ വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എത്ര ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. എല്ലായിടത്തും നമ്മൾ കണ്ടത് കണ്ണു നിറയുന്ന, നെഞ്ചു തകരുന്ന സങ്കട കാഴ്ചകൾ മാത്രമായിരുന്നു. ആ സങ്കടങ്ങൾക്കിടയിലും നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും മനുഷ്യരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. 1000-ലധികം ആളുകളെ ഇതുപോലൊരു ദുരന്തം നടന്ന ഇടത്തിൽ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മണ്ണിനടിയിൽ ജീവനോടെ മനുഷ്യരുണ്ടോ എന്ന സംശയത്തിൽ തന്നെയാണ് ഓരോ നിമിഷവും രക്ഷാപ്രവർത്തകർ അവരുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാകട്ടെ, അവരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം അതിഭയങ്കരമായ രീതിയിൽ മണ്ണും ചെളിയും കല്ലും അടിഞ്ഞുകൂടിയിരിക്കുകയാണ് മീറ്ററുകളോളം പൊക്കത്തിൽ. അപ്പോൾ അതിനടിയിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ ദുരവസ്ഥ നമുക്ക് അറിയാൻ കഴിയും. അത് സങ്കടകരമാണ്, ഹൃദയഭേദകമാണ്. അവരുടെ ജീവനറ്റ ശരീരമെങ്കിൽ അതെങ്കിലും നമുക്ക് തിരികെ എത്തിച്ച് അവർക്കൊരു യാത്രയായ ഉചിതമായ രീതിയിൽ നൽകണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആ മനുഷ്യരോടുള്ള നമ്മുടെ കടമ കൂടിയാണ്. അതുകൂടി നമ്മൾ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ. അവർ വലിയ ദുരന്തത്തെ അതിജീവിച്ച് ആ ദുരന്തം കൺമുന്നിൽ കണ്ട് മടങ്ങി വന്നവരാണ്. അവരെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം അവർക്ക് ഇനിയും ജീവിക്കണം. നമ്മളുണ്ട് കൂടെ എന്ന് ഉറപ്പ് കൊടുക്കണം. കേരളം ഒന്നടങ്കം ആ ഉറപ്പ് ആ മനുഷ്യർക്ക് നൽകുന്നുണ്ട് എന്നത് ആശാവഹമായ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ കാര്യമാണ്.